എന്താടാ എന്താ ഇറങ്ങി? നമ്മളെ ഷാഫിന്റെ വണ്ടിയാണല്ലോ കാണുന്നത്. നീ ഒന്ന് ഇറങ്ങി. എന്താ വണ്ടി ഇവിടെ എത്തിയിട്ട് എന്താ വേറെ പോയതാ? അതെന്തെങ്കിലും ആയിക്കോട്ടെടാ, അമ്മ പോവാ. ഇവിടെ എന്തോ എന്തിനാ വന്നായിരിക്കും. അല്ല, അത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അത് ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ കാണുന്നതാണ് വണ്ടി. ഇവന് എന്താ പരിപാടി എന്ന് അറിയണം. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. എന്തോ ഇവിടെ എവിടെയെങ്കിലും കാണുന്നു. അങ്ങനെ വണ്ടിയായിട്ട് പോകേണ്ടിയില്ല. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. വാ നോക്കാം. അങ്ങനല്ലേ കുത്തിരിക്കുന്നു. നോക്കല്ലടാ, എന്താ പരിപാടിയാണ്? ഷാഫി, എന്താ പരിപാടി? എനിക്കൂടെ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ പാടം നോക്കി പോയിക്കോളി. നിങ്ങൾക്ക് എന്താ? അതെ, ഓൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി വാ, നമ്മളെ പോ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തായാലും അതെന്തോ ആയിക്കോട്ടെ. അതല്ല, ഓന്റെ വാപ്പനെ കണ്ടിട്ട് ഇവനെ നമുക്ക് പറയണം. നമ്മളിപ്പോ കണ്ട കാര്യം ഓന്റെ വാപ്പനോട് പറഞ്ഞാൽ ഏതൊരു മക്കളെ കാര്യമായാലും വാപ്പാര് വിശ്വസിച്ചോളമില്ല. പിന്നെ വെറുതെ പറഞ്ഞെന്നുള്ളൊരു പേരേ ഉണ്ടാവും. നാളെ നാളെ എനിക്ക് നടക്കാൻ കഴിയും. എന്തായാലും വേണ്ടി നമ്മൾ പറഞ്ഞു നോക്കാം. നീ വാ. ഇതാ ചെറിയ കത്തി, നിങ്ങൾ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കണ്ട. കത്തിയോണ്ടാ മുറിച്ചോടി. നല്ലൊരു ഉപകാരം. അസ്സലാമലൈക്കും. വാലേക്കും സലാം. എന്താ രണ്ടാമത് ഇങ്ങോട്ട്? ഒന്നുമില്ല ചേരെ, ഞങ്ങള് നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ടായി. ഞങ്ങൾ വരുന്ന വഴിമലേ ആ തോട്ടത്തിൽ ഇങ്ങനെ നമ്മളെ ഷാഫിനെ എന്തോ ഒരു ചെറിയ പരിപാടിയായിട്ട് കണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പറയാൻ വേണ്ടി വന്നതാണ്. ഷാഫിയോ? അതൊക്കെ ആള് മാറിപ്പോയിരിക്കും. ഇഞ്ച മോൻ ഷാഫി എനിക്കൂല. അല്ലെങ്കിലും നിങ്ങൾ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് നാട്ടില്. മാനവും മര്യാദയും ജീവിക്കുന്നവരാ വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. അങ്ങനെ ഞാൻ എന്നോട് അതുപോലെ പറഞ്ഞല്ലേ, ഇപ്പൊ കണ്ട് സമാധാനായില്ലേ? ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു, നിങ്ങള് ഇതുപോലെ ഇത് പോക്കാ ചെങ്ങന്മാരൊക്കെ പോണ്. എന്തേ ഇവിടെ സൈഡാക്കി? ഒന്നുമില്ല, ഞാനേ ഒരു ഫോണ് വന്നപ്പോ അങ്ങനെ സൈഡാക്കിയാ. ഈ വരുന്നത് ഞാൻ വർക്ക് കഴിഞ്ഞില്ല. അല്ല, നീ അറിഞ്ഞില്ല ഇനിയോ? എന്ത്? നമ്മുടെ മൊയ്തീനാജിന്റെ മോനെ ഷാഫിക്ക് ആക്സിഡന്റ് ആയത്. അതിപ്പോ എന്തോ അടിച്ചിട്ട് വണ്ടി നല്ല പോക്ക് പോയതാണ്. അങ്ങനെ പറ്റിയ പഠിച്ചറബേ. പാവം മൂപ്പർക്ക് ആണും പെണ്ണായിട്ട് അവരൊറ്റ ഒന്നേ ഉള്ളേന്. അതങ്ങനെയായി. നമ്മള് ഒന്ന് മൂപ്പരത്തൊന്ന് പോയി ഒന്ന് കണ്ടു പോരാ. എന്നാലേ ഇപ്പൊ തന്നെ പോയി തരാം. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഞാനിവിടെ എല്ലാതിനും ആചാര്യ. ഇപ്പൊ ഇവൻ പറഞ്ഞപ്പാണ് ഞാൻ വിവരം അറിയുന്നത്. സാരല്ല, പഠിച്ചോന്റെ വിധിയായിട്ട് കൂട്ടിയാൽ മതി. വിധി എന്നൊന്നും പറയാൻ പറ്റൂല ബിലാലെ. അന്ന് നിങ്ങൾ രണ്ടാളും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കില് നിന്റെ മോനെ ഗതി വരൂല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മക്കളെ നല്ല വിശ്വാസമായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കരുതൽ നല്ലതാ ആചാര്യ.